നമസ്കാരം. പ്രധാന വാർത്തകൾ. സിവിൽ പോലീസ് ഓഫീസറെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയ കേസ് എസ്ഐക്ക് സസ്പെൻഷൻ. പാലാരിവട്ടം സ്റ്റേഷനിലെ എസ്ഐ കെ ബൈജുവിനെയാണ് സസ്പെൻഡ് ചെയ്തത്. ഇതിനിടെ പ്രതി ബൈജുവിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലാണ് പോലീസ്. ഇയാൾ ഒളിവിലാണെന്നാണ് വിവരം. എസ്ഐ ഭീഷണിപ്പെടുത്തി പണം തട്ടിയെന്ന് കാണിച്ച് സിവിൽ പോലീസ് ഓഫീസർ പരാതി നൽകിയിരുന്നു. സ്പായിൽ പോയ കാര്യം ഭാര്യയോട് പറയുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് സിപിഒയുടെ കയ്യിൽ നിന്നും 4 ലക്ഷം രൂപ എസ്ഐ കൈക്കലാക്കിയത്. സിപിഒ സ്പായിൽ പോയി തിരിച്ചു വന്നതിന് പിന്നാലെ അവിടുത്തെ ജീവനക്കാരുടെ മാല നഷ്ടമായിരുന്നു. ഇക്കാര്യം കാണിച്ച ജീവനക്കാരി സിപിഒയ്ക്കെതിരെ പരാതി ഉന്നയിച്ചിരുന്നു. ഈ വിഷയത്തിലാണ് എസ്ഐ ബിജു ഇടനിലക്കാരനായി ഇടപെട്ടത്. വീട്ടിലറിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് എസ്ഐ സിപിഒയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. സ്പായിൽ പോയ കാര്യം ഭാര്യയോട് പറയുമെന്ന് ഭീഷണിപ്പെടുത്തി. പിന്നാലെ സിപിഒയിൽ നിന്ന് 4 ലക്ഷം രൂപ തട്ടിയെടുക്കുകയായിരുന്നു. കള്ളപ്പണ കേസിൽ PV അൻവറിന് ED കുരുക്ക്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഉടൻ നോട്ടീസ് നൽകും. മുൻ MLA PV അൻവറിനെ ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ ആഴ്ച കൊച്ചിയിലെ സോണൽ ഓഫീസിൽ നേരിട്ട് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ഉടൻ നോട്ടീസ് അയക്കും. കള്ളപ്പണ നിരോധന നിയമപ്രകാരം അൻവറിന്റെ വീടുകളിലും സ്ഥാപനങ്ങളിലും നടത്തിയ റെയ്ഡിന് പിന്നാലെയാണ് ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുന്നത്. PV അൻവറിന് ദുരൂഹ ബിനാമി സാമ്പത്തിക ഇടപാടുകളെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തൽ. സ്വത്തുവിവരങ്ങൾ സംബന്ധിച്ച് തൃപ്തികരമായി വിശദീകരണം നൽകാൻ അൻവറിനായില്ലെന്നും കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്ന് വഴിവിട്ട ഇടപാടുകളിലൂടെ അൻവറിന് ലോൺ തരപ്പെടുത്തി നൽകിയെന്നുമാണ് എൻഫോഴ്സ്മെന്റ് നിലപാട്. വർക്കല പാപനാശം ബീച്ചിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. കാണാതായവരുടെ വിവരങ്ങൾ തേടി പോലീസ്. ഇന്ന് രാവിലെ പാപനാശം തീരത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോയ തൊഴിലാളികളാണ് മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് അവർ തന്നെ മൃതദേഹം കരയ്ക്ക് എത്തിക്കുകയായിരുന്നു. തുടർന്ന് ടൂറിസം പോലീസ് എത്തി വർക്കല പോലീസ് സ്റ്റേഷനിലും അയിരൂർ പോലീസ് സ്റ്റേഷനിലും വിവരം അറിയിച്ചു. ഈ 2 പോലീസ് സ്റ്റേഷൻ പരിധിയിലും കാണാതായവരുടെ വിവരങ്ങൾ ശേഖരിക്കും. ഏകദേശം 40 വയസ്സ് പ്രായം തോന്നിക്കുന്ന പുരുഷന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റും. പാലക്കാട് പടലിക്കാടിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ CPM പ്രവർത്തകൻ ജീവനൊടുക്കിയ നിലയിൽ. പടലിക്കാട് സ്വദേശി ശിവനാണ് മരിച്ചത്. 40 വയസ്സായിരുന്നു. ഇന്ന് രാവിലെയാണ് സംഭവം. മരുത റോഡ് പഞ്ചായത്തിലെ 4-ാം വാർഡായ പടലിക്കാട് റോഡരികിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി നിർമ്മിച്ച ഓഫീസിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. മരണകാരണം സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചെന്ന് പോലീസ് അറിയിച്ചു. ഇന്നും കനത്ത മഴ. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നിലനിൽക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ നിലനിൽക്കുന്ന ന്യൂനമർദ്ദത്തിന്റെയും തെക്ക് കിഴക്കൻ അറബിക്കടലിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴിയുടെയും സ്വാധീന ഫലമായാണ് സംസ്ഥാനത്ത് മഴ കനക്കുന്നത്. വരുന്ന 5 ദിവസം കൂടി സംസ്ഥാനത്ത് മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്.